അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? ഒരേ സമയം ഒരു പുരുഷന് രണ്ടുപേരോട് ഒരുപോലെ പ്രണയം തോന്നുമെന്ന്. അത് പുരുഷനെന്നൊന്നും അല്ല പെങ്ങളെ. എന്നോട് ഈ ചോദിച്ചത് ഒരു സ്ത്രീ ആയതുകൊണ്ടാവാം. അവരുടെ പാർട്ണർക്ക് എന്തെങ്കിലും ഒരു ബന്ധം കണ്ടെത്തിയതോ അതിന്റെ എന്തെങ്കിലും ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും അങ്ങനെയാണ്. ഒന്നിലേറെ ബന്ധങ്ങളെ ഒരേ സമയം ചുമക്കുന്ന എത്രയോ പേരുണ്ട്. പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷെ ഉണ്ട്. മിക്കവർക്കും പ്ലാൻ എ, പിന്നെ പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, അങ്ങനെ ഇസഡ് വരെ നീണ്ടു പോകുന്ന മനുഷ്യർ പോലും നമുക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് പുതുതലമുറ അല്ലേ. ഒന്നിലേറെ ബന്ധങ്ങളെ ഒരുപോലെ ക്യാരി ചെയ്യാൻ അസാധ്യമായിട്ടുള്ള മിടുക്ക് കാണിക്കുന്നവരുമുണ്ട്. പക്ഷെ എത്ര തന്നെ പറഞ്ഞാലും അതിന്റെ സയൻസും അതിന്റെ ഇമോഷണൽ കണക്റ്റും ഒരു സമയം ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് നെഞ്ചിനകത്തേക്ക് കയറ്റി വെച്ച് പ്രണയിക്കാനാവുള്ളൂ എന്നുള്ളതാണ്. അതിനുശേഷം ഉള്ളതെല്ലാം ഒരു ബാക്കപ്പ് പ്ലാനാണ്. അതല്ലെങ്കിൽ ഒരാൾ പോയാൽ അടുത്തൊരാൾ എന്നൊരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിനെ മറികടക്കാനുള്ള ഒരു പദ്ധതിയോ ഒക്കെയാണ്. ആത്മാർത്ഥ പ്രണയമൊക്കെ കാലഹരണപ്പെട്ടിട്ട് കാലം എത്രയായി എന്നാണേ. മനുഷ്യൻ പോളിഗമിയാണല്ലോ. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇണയോടൊപ്പം ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനറ്റിക് കോഡുള്ള ആളല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നിലേറെ ഇണകളിലേക്ക് പോകാൻ സ്വാഭാവികമായിട്ട് ഡീകോഡിങ് അല്ലെങ്കിൽ നമ്മളൊരു കോഡിംഗ് ഉണ്ട്, നമ്മളൊരു ജനറ്റിക്, നമ്മൾ അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതിനെ അതിജീവിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇണയോടൊപ്പം മാത്രം ജീവിക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്ന പക്വമായിട്ടുള്ള തീരുമാനമാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഇണയെ മാത്രം കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവർക്കൊക്കെയും ബഹുമാനം നേരെയാണ്, ഒരുപാട് ഇഷ്ടം നേരെയാണ്. പക്ഷേ നിങ്ങൾ വളരെ കുറവാണ്. ഒന്നിലേറെ ഇണകളുള്ളവർ ഒരുപാടുണ്ട്. വരട്ടെ.